പഹൽഗാമിൽ നടന്നത് രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു സംഭവമാണ്. അതിനു പിന്നിലെ രാഷ്ട്രീയവും അതിന്റെ പേരിലുള്ള ആഭ്യന്തര കോലാഹലങ്ങളുമൊക്കെ അവിടെ നിൽക്കട്ടെ. പഹൽഗാമിൽ ജീവൻ പൊലിഞ്ഞ എറണാകുളം സ്വദേശി രാമചന്ദ്രന്റെ മരണത്തെക്കുറിച്ചും മറ്റുമായി അദ്ദേഹത്തിന്റെ മകൾ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്നാട്ടിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം അത് ഷൂട്ട് ചെയ്ത് ഓടിച്ചിട്ടുമുണ്ട്. കശ്മീരിൽ വെച്ച് അച്ഛൻ വെടിയേറ്റ് മരിച്ച ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാവുന്ന അവരെയും കുടുംബത്തെയും രണ്ട് കശ്മീരി യുവാക്കൾ സഹായിച്ചെന്നും അവിടുന്ന് രണ്ട് സഹോദരന്മാരെ കിട്ടിയതുപോലെയാണ് തോന്നുന്നതെന്നുമാണ് ആരതി പറഞ്ഞത്. സത്യത്തിൽ കശ്മീരിൽ നടന്ന ഒരു ആക്രമണത്തിൽ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന വിനോദസഞ്ചാരികളിൽ തനിക്ക് പ്രിയപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ് അവരെ സഹായിക്കാൻ തീരുമാനിച്ച ആ കശ്മീരി യുവാക്കളാണ് ഇവിടെ ചർച്ചയാകേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ നാട്ടിലെ ഒരു വിഭാഗം ചർച്ച ചെയ്യുന്നത് അവരുടെ ലിപ്സ്റ്റിക്കും മുഷിയാത്ത ഉടുപ്പുമൊക്കെയാണ്. ഇത്രയധികം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് തന്റെ അച്ഛൻ മരിച്ചു എന്ന പേരിൽ കരഞ്ഞു കലങ്ങിയ കണ്ണും മുഷിഞ്ഞ വസ്ത്രവും ധരിച്ചാണ് നിന്നിരുന്നതെങ്കിൽ അവർക്ക് ഈ മോബ് ലിഞ്ചിങ് നേരിടേണ്ടി വരില്ലായിരുന്നു. നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരാൾ പെട്ടെന്ന് കയറി വന്നാൽ തിടുക്കത്തിൽ കണ്ണു തുടയ്ക്കുന്നവരാണ് നമുക്കറിയുന്ന ഒട്ടുമിക്ക മനുഷ്യരും. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു കൂട്ടം ആളുകളുടെ മുന്നിൽ നിന്ന് കരഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് അച്ഛനോട് സ്നേഹവും ആത്മാർത്ഥതയും ഒന്നും ഇല്ലത്രേ. ഇത്രയും വിചിത്രമായ വിലയിരുത്തലുകൾ നടത്തുന്ന മലയാളികൾ ഉണ്ടല്ലോ എന്നോർത്ത് ലജ്ജിക്കാൻ വരട്ടെ. അവരെ സഹായിച്ച കശ്മീരികളുടെ പേര് കേട്ട് മതഭ്രാന്തിളകി വരുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. അവരവിടെ പറഞ്ഞത് അവരുടെ അനുഭവമാണ്. ഈ തീരാ നഷ്ടത്തിലും അവരെ സഹായിച്ചവരോടുള്ള നന്ദി കൂടിയാണത്. അതിലും കത്തിവെക്കാൻ ഇറങ്ങുന്ന മലയാളികളുമുണ്ട് എന്നോർത്തു നോക്കണം. ആക്രമണം നടത്തിയ മതഭ്രാന്ത് പിടിച്ച തീവ്രവാദികളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് ഫേക്ക് ഐഡികളിലിരുന്ന് ഈ ഒളിപ്പോര് നടത്തുന്നവർക്കുള്ളത്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഉടുപ്പിട്ട, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വാചകങ്ങൾ മാത്രം പറഞ്ഞ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വർഗീയത പറയാൻ സമ്മതിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. മറിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അവരെ എന്ത് വൃത്തികേടും പറഞ്ഞ് നേരിടാൻ നിങ്ങൾ മുതിരുന്നു എന്ന സാഹചര്യം തന്നെ ഭയപ്പെടുത്തുന്നതാണ്.